ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു സാധാരണ ഗുലാബ് ജാമുൻ അല്ല. ഈ ഒരു ഗുലാബ് ജാമുൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പാൽപ്പൊടിയോ ഗോതമ്പോ റവയോ ഒന്നും വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്, അതും ആരോ റൂട്ട് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 15 ആരോ റൂട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് കൊണ്ട് അത് എന്ത് ബിസ്ക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ആകുമ്പോൾ ഇച്ചിരി കൂടെ ഒരു രുചിയും നമ്മൾ കുറച്ചും കൂടെ അതൊരു ആരോ പൗഡറൊക്കെ വെച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് അതിനൊരു കുറച്ച് ഹെൽത്തി ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരോ റൂട്ട് ബിസ്ക്കറ്റ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഏത് ബിസ്ക്കറ്റ് നിങ്ങൾ എടുത്തെന്നാലും അതൊന്ന് ഫ്രീസറിൽ ഒരു 5 മിനിറ്റോളം വെച്ചതിന് ശേഷം മാത്രം നമുക്കിതുപോലെ ബൗളിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി. ഇപ്പം ഞാനിതൊരു 5 മിനിറ്റ് ഫ്രീസറിനകത്താണ്. ഫ്രിഡ്ജിനകത്താണെങ്കിൽ ഒരു 15 മിനിറ്റ് വയ്ക്കുക, ഫ്രീസറിനകത്താണെങ്കിൽ 5 മിനിറ്റ് വയ്ക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിസ്ക്കറ്റ് നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൊടിച്ചെടുക്കുന്ന മിക്സിയിലാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ബിസ്ക്കറ്റിനകത്തൊക്കെ നന്നായിട്ട് ഓയിൽ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളിത് മിക്സിയിൽ പൊടിക്കുന്ന സമയത്തായിരിക്കും ഭയങ്കര ഓയിലൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് വരിക. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രീസറിനകത്ത് 5 മിനിറ്റ്, ഫ്രിഡ്ജിനകത്ത് അല്ലെങ്കിൽ 10 മിനിറ്റോളം ഇങ്ങനെ വെച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, നമുക്ക് മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഇതൊന്ന് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ പീസുകളാക്കാം. അപ്പോൾ നമുക്ക് മിക്സിക്ക് ഒത്തിരി പ്രഷർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊന്ന് ചെറുതാക്കുന്നുണ്ട്. ഇനി ഞാനത് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ഞാനത് ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ വലിയ ജാറിലെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചിലതൊക്കെ പൊടിയാതെ വരും. അപ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ നോക്കിക്കാൻ നല്ല പൗഡർ പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ ആ ഒരു കയ്യിൽ കണ്ടോ ഒട്ടും ഒന്ന് ഒട്ടിപ്പിടിക്കും അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ ആ ഫ്രീസറിനകത്ത് ഒന്ന് വെച്ച് തണുപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഒരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റിയിടണം. ഇനി ഞാൻ ബാക്കിയുള്ള മിക്സും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ അവസാനത്തെ ബാച്ചിൽ ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കൂടെ ഒരു 2 ഏലക്ക ഒന്ന് ചതച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഏലക്കയുടെ കൂടെ ഫ്ലേവർ വരുമ്പോഴാണ് ബിസ്ക്കറ്റിന് ഒരു എക്സ്ട്രാ ടേസ്റ്റ് വരിക. അപ്പോൾ അതാ ഞാൻ അതും കൂടെ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെയാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു എന്താ പറയുക, ഞാൻ കുറച്ചും കൂടി അടുത്ത് കാണിക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, ഈ ഒരു രീതിക്കാണ് വരിക. അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഇത് ചെറിയ കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനകത്ത് അടുത്തത് ചേർക്കാനുള്ളത് തേങ്ങ, ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പകരം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ 2 കാര്യങ്ങളും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് ഒരു 3 നുള്ള്, അത്രയും മതിയാവും, 3 നുള്ളോളം ഉള്ള ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട. ഞാനിത് ഇച്ചിരി ഒന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഗുലാബ് ജാമുനൊക്കെ ഇച്ചിരി പഫി ആയിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങ് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 3 നുള്ളോളം ഉള്ള ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക. അടുത്തത് ഇതിനകത്തോട്ട് നമ്മൾ തിളപ്പിച്ച് ചെറു ചൂടുള്ള പാലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനിപ്പോൾ തണുത്ത പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചെറു ചൂടുള്ള പാൽ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് എപ്പോഴും ആ ഒരു ഉരുള പിടിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിനുള്ള പാലൊഴിച്ചിട്ട്, ഒരു കണക്ക് ഞാൻ പറയുന്നില്ല. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പും എക്സ്ട്രാ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ചിട്ട് നമുക്കിതൊന്നൊരു മാവ്, ചപ്പാത്തിയുടെ ഒക്കെ മാവ് നമ്മൾ കുഴച്ചെടുക്കത്തില്ലേ, അതേപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇവിടെ മാവ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ആക്കേണ്ടത് ആ ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവരിക. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. പിന്നെ ഞാനിതിൻ്റെ നടുക്ക് വേറൊരു കാര്യം കൂടെ വെക്കുന്നുണ്ട്, തികച്ചും ഓപ്ഷണലാണ്. നടുക്ക് ഞാൻ ചെറിയൊരു കുഴി പോലെ വെച്ചിട്ട് അതിനകത്ത് ഒരു കശുവണ്ടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗുലാബ് ജാമുൻ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് നട്ട്സ് ഒരൊറ്റ എണ്ണം മതി കേട്ടോ, ഒത്തിരി ഒന്നും ആഡ് ചെയ്യേണ്ട. ആ ഒരു നട്ട് കഴിക്കാൻ കിട്ടുന്നത് ഒരു രുചിയാണ്. അപ്പോൾ ഇതും തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. കയ്യിൽ നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുത്തിട്ട് നമ്മളിതുപോലെ ഉണ്ട പിടിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാനപ്പോൾ കയ്യിൽ അല്പം എണ്ണയൊന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ ബാക്കിയുള്ളത് ആ മാവെല്ലാം ഒന്ന് ഉരുളകളാക്കി എടുത്തിട്ട് വരാം.
അങ്ങനെ നമ്മുടെ എന്താ പറയുക റോളുകൾ ഇവിടെ റെഡിയാണ്. ഇത് ഞാൻ ഏകദേശം 3/4 കപ്പ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ബിസ്ക്കറ്റിൻ്റെ പൊടിച്ചപ്പം ഞാൻ അളവ് പറയാൻ മറന്നുപോയി. 3/4 കപ്പിനാണ് എനിക്ക് ഇത്രയും ബോൾസുകൾ കിട്ടിയിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സാധാരണ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒരു ലാർജ് അല്ല ഹൈ ഫ്ലെയിമിലിടുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് കുറച്ചിട്ട് നമുക്കിത് ഈ ഒരു ബ്രെഡിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ഈ ഒരു ഉണ്ടകൾ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഒത്തിരി അങ്ങ് വേവാനൊന്നുമില്ല ഇതിനകത്ത്, പ്രത്യേകിച്ച് ഒന്നും വേവാനില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ആയി കിട്ടും കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു നിറം മാറുന്നത് വരെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. വേവിൻ്റെ കാര്യം ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതിൻ്റെ ഒരു നിറം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ അപ്പം നല്ല ഭംഗിയുള്ള ഗുലാബ് ജാമുനൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഷേപ്പും ഒട്ടും തന്നെ വിണ്ട് കീറും അങ്ങനെയൊന്നുമില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടില്ലേ ആ ഒരു കളറ്. നിങ്ങൾക്കിനി കുറച്ചും കൂടെ ഡാർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി അല്പസമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ കുറച്ചും കൂടെ ഡാർക്കായി കിട്ടും. അപ്പോൾ ഇതാ ഞാനിനി ബാക്കിയുള്ള ഒരു 3-4 കൂടെ എനിക്ക് ഇടാനുണ്ട്. അതും കൂടി ഇട്ട് അതൊന്ന് വറുത്ത് കോരി എടുത്തിട്ട് വരാം. അങ്ങനെ ബോൾസുകൾ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കശുവണ്ടിയൊക്കെ ചിലതിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതൊരു സ്നാക്കായിട്ട് തന്നെ കഴിക്കാം കേട്ടോ. ഇത് ഈ ഒരു ഗുലാബ് ജാമുൻ്റെ വേണ്ടാന്നുള്ളവർക്ക് ആ ഒരു സ്റ്റെപ്പ് വെച്ച് നിർത്തി നല്ലൊരു സ്നാക്കാക്കി എടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടുന്ന പഞ്ചസാര പാനി തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1/4 കപ്പോളം ഉള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് ഞാൻ 1 കപ്പോളം ഉള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊരു പഞ്ചസാര പാനിയുടെ പരുവമാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ ഒന്ന് ചെറുതായി തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഞാനൊരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഗുലാബ് ജാമുൻ എപ്പോഴും ഒരു ഡാർക്ക് കളറിലല്ലേ ഇരിക്കുക, അതിന് വേണ്ടിയിട്ട് മാത്രം. മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റോ അതിൻ്റെ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അതിനെക്കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. ഒരു നിറം കിട്ടാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ചേർക്കുന്നത് ഒരു ഏലക്ക ഒന്ന് ചെറുതായി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നില്ല, നമ്മൾ ഓൾറെഡി ബിസ്ക്കറ്റിനകത്ത് ഒരു 2 ഏലക്ക പൊടിച്ചിട്ടിട്ടുള്ളത് കൊണ്ട് വേണമെന്നില്ല, ഓപ്ഷണലാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതാ നമ്മുടെ പഞ്ചസാര പാനിയൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ബോൾസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ലോ ഫ്ലെയിമിലാണ്. ലോ ഫ്ലെയിമിൽ നമുക്കിതൊരു 1 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യണം. അതൊന്ന് എന്താ പറയുക, ആ ഒരു പഞ്ചസാര പാനിയൊക്കെ പെട്ടെന്ന് ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് നമുക്ക് ആദ്യം ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. 1 മിനിറ്റോളം ലോ ഫ്ലെയിമിലായിരുന്നു കേട്ടോ. ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതൊരു ഹൈ ഫ്ലെയിമിലിടണം. എന്നിട്ട് 1 മിനിറ്റും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഹൈ ഫ്ലെയിമിലും 1 മിനിറ്റ് നമ്മൾ ഈ ഒരു ഗുലാബ് ജാമുൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ഈ ഒരു ചൂടത്തിങ്ങനെ ഇരിക്കട്ടെ. ഇത് ചൂടാറുന്നതോടുകൂടെ തന്നെ നമുക്കിതൊന്ന് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി സമയം എടുക്കൊന്നുമില്ല. ഒരു 5-10 മിനിറ്റിനകത്ത് നമുക്കിത് സോഫ്റ്റ് ആയിട്ട് കിട്ടും. കാരണം ഇതിനകത്ത് ബിസ്ക്കറ്റാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിനകത്തോട്ട് മാറ്റിയെടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സിറപ്പ് പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ഗുലാബ് ജാമുൻ റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ് കാണണ്ടേ? ഇതാ അപ്പം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് ബിസ്ക്കറ്റ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് ഇത് പറയത്തില്ല കേട്ടോ. അത്രയും സോഫ്റ്റും അത്രയും സ്വാദാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിതിനകത്ത് പാൽപ്പൊടിയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റവ അതൊന്നും ചേർക്കണ്ട. നമ്മുടെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള ബിസ്ക്കറ്റ്, അത് എന്ത് ബിസ്ക്കറ്റ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാർലിജിയുടെ ബിസ്ക്കറ്റ് ആണെന്നുണ്ടെങ്കിലും അത് വെച്ചിട്ടുണ്ടാക്കിയാലും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.